ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജനവിഭാഗവുമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു സമഭാവനയുള്ള രൂപത്തിലാണ്. ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല, ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ആവശ്യമായ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സമിതികളുടെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അത് കുറച്ചുകൂടെ ഗ്ലെയറിംഗ് ആയി. ഇനി അതിനേക്കാൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് പറ്റത്തക്ക രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ഇതെല്ലാം യോജിക്കുന്നതെല്ലാം ഞങ്ങളെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇത് അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ പറയുകയാണ്, ശരിയാണ്. ആ കാഴ്ചപ്പാടിൽ ഞങ്ങൾ അതിന് കറക്റ്റാണ് എന്ന് തന്നെയുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് ഒറ്റ തിരിഞ്ഞ് പറയുന്ന ഒന്നും അല്ലല്ലോ. ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ ഞങ്ങൾക്ക് പോസിറ്റീവായ സിഗ്നൽസാണ് ഇന്ന് വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകൾ വളരെ രൂക്ഷമാണ്. അതായത് ഈഴവ വിരോധി എന്നൊക്കെയാണ് വി.ഡി. സതീശനെ വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ അദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്ന ആളാണ്. ഞാനതിനെ തോന്നുന്നു ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സമുദായ നേതാക്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താൻ അവരുമായി ഒരു ചർച്ച നടത്താൻ UDF ശ്രമിക്കുമോ, കോൺഗ്രസ് ശ്രമിക്കുമോ? വരട്ടെ, അതിനൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. അത് സത്യത്തിൽ അതിന് രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് UDFന്റെ ലീഡർഷിപ്പും പാർട്ടിയുടെ ലീഡർഷിപ്പുമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതും. അതങ്ങനെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരട്ടെ. അവര് സ്വാഭാവികമായിട്ട് ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അവരുടേതായ നിഗമനങ്ങളുണ്ടാകും, അവരുടേതായ അപ്രോച്ച് ഉണ്ടാകും. അത് നന്നായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എങ്ങനെ കൂട്ടാനാ? ഒരു ത്രാസിനകത്ത് ഒരു ഭാഗത്ത് അവരെല്ലാം LDF അതിൻ്റെ തൂക്കം എല്ലാവരും കൂടെ കൂടി ഒരു ത്രാസിനകത്തുണ്ട്. അതിനകത്തുനിന്ന് ഒരു കക്ഷി ഇളകി, അല്ലെങ്കിൽ ഇളകുന്നതിൻ്റെ സൂചനകൾ കണ്ടു. അപ്പോൾ ഉടനെ മറുഭാഗത്ത് അങ്ങ് ശക്തി കൂടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ ഇളകിയ കട്ടി അവിടെ ഇരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനകത്ത് കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനങ്ങളുടെ വിധിക്കകത്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ. ആ ജനങ്ങളുടെ വിധിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ വിധിയെ അവർ മുഖവിലേക്ക് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.